Hello children, welcome to Kids Area Online. LSS exam വളരെ അടുത്തിരിക്കുകയാണ്. എല്ലാവരും പഠിച്ചുവോ? പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഇന്ന് ടീച്ചർ ഇംഗ്ലീഷിൽ നിന്നും എന്തൊക്കെ ചോദിക്കാവോ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആയതിനാൽ ആദ്യം മുതൽ അവസാനം വരെയും ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടേ LSS എക്സാം എഴുതാൻ പോകാവൂ കേട്ടോ. എല്ലാ ടോപ്പിക്സും ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിലെ എല്ലാ ടോപ്പിക്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ആർ റെഡി? യെസ്. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ്സസ് വരുന്നുണ്ട്. ഏപ്രിൽ മെയിലാണ് വെക്കേഷൻ ക്ലാസ്സസ് വരുന്നത്. അതിൽ മലയാളം ലെറ്റേഴ്സ് അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് ലെറ്റേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സ് ഉണ്ട്. മാത്തമാറ്റിക്സ് ബേസിക്കിൻ്റെ എല്ലാ കോഴ്സസും ഉണ്ട്. LKG UKG ക്ലാസ്സസ്, റിവിഷൻ ക്ലാസ് ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്, ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, ഈ ക്ലാസ്സുകളൊക്കെ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്, വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഈ വർഷം കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ഇയർ മുതൽ, അടുത്ത അക്കാഡമിക് ഇയർ മുതൽ 1 മുതൽ 7 വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ നൽകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാം വരികയാണ്. അതിനായിട്ടുള്ള എക്സാം റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എക്സാം റിവിഷൻ ക്ലാസ് കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൂം ആപ്ലിക്കേഷൻ, സൂമിൽ ലൈവായിട്ടായിരിക്കും ഉണ്ടാവുക. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ, LSS ഇംഗ്ലീഷിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റെഡി? ഓക്കെ, ഫസ്റ്റ് ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ മിസ്സിംഗ് ലെറ്റർ. ഫൈൻഡ് ദ മിസ്സിംഗ് ലെറ്റർ. ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ടീച്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫൈൻഡ് ദ മിസ്സിംഗ് ലെറ്റർ. മിസ്സിംഗ് ലെറ്റർ കണ്ടെത്തി എഴുതുക. ഇവിടെ നോക്കിയേ, SUCESR ഇത്രയും തന്നിട്ടുണ്ട്. ഇവിടെ മിസ്സിംഗ് ലെറ്റർ ഏതൊക്കെയാണെന്ന് നിങ്ങൾ എഴുതണം. ഏതാണ് ഈ വാക്ക് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ പഠിച്ചിട്ടുള്ള വാക്കാണ്. ഏതാണ് ഈ വാക്ക്? അറിയാവോ? ഓക്കെ, ടീച്ചർ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. ഈ വാക്കിൻ്റെ പിൻഗാമി എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഏതാണ് ഈ വാക്ക്? വേഗത്തിൽ എഴുതിക്കോളൂ. ഏതാണ് ഈ വാക്കെന്ന് അറിയാവുന്നവർ എഴുതിക്കോളൂ. ഇവിടെ മിസ്സിംഗ് ലെറ്റർ എഴുതുക. ഈ വേർഡ് ഫുള്ളാക്കി മിസ്സിംഗ് ലെറ്റർ എഴുതി ഫുള്ളാക്കി എഴുതുക കേട്ടോ. ആൻസർ ടീച്ചർ പറയട്ടെ. സക്സസർ, SUCCESSOR, സക്സസർ. എത്ര പേർക്ക് ശരിയായിട്ടുണ്ട്? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് എക്സാമ്പിൾ ടീച്ചർ ഒരു വേർഡ് നൽകിയിട്ടുണ്ട്, HOET. ഇത്രയും വാക്കുകൾ, ഇത്രയും ലെറ്റേഴ്സേ ഉള്ളൂ. മിസ്സിംഗ് ലെറ്റേഴ്സ് എഴുതുക. വേഗത്തിൽ എഴുതിക്കോളൂ. ഏതായിരിക്കും ഈ വേർഡ്? അറിയാവോ? ഈ വേർഡ് ഏതായിരിക്കും? യെസ്, ടീച്ചർ ആൻസർ പറയാം. ഓണസ്റ്റ്. HONEST, ഓണസ്റ്റ്. ഒരു വേർഡ് കൂടി ടീച്ചർ തരാം എക്സാമ്പിളായിട്ട്. ഫൈൻഡ് ദ മിസ്സിംഗ് ലെറ്ററിൽ നിന്ന് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നൽകാം. GRLN നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാഠഭാഗത്തുള്ളതാണ്. വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്തോളൂ. ഫൈൻഡ് ദ മിസ്സിംഗ് ലെറ്റർ. ഏതാണ് ഈ വേർഡ്? കംപ്ലീറ്റ് ചെയ്ത് എഴുതൂ. എഴുതിയായിരുന്നോ? ഓക്കെ, കറക്റ്റ് വേർഡ് ഗാർലൻഡ്. GARLAND, ഗാർലൻഡ്. എത്ര പേർക്ക് ഈ 3 ക്വസ്റ്റ്യനും കറക്റ്റായി?
സക്സസർ, ഓണസ്റ്റ്, ഗാർലൻഡ്. ഓക്കെ, തെറ്റിപ്പോയി വിഷമിക്കണ്ട കേട്ടോ. ഇതുപോലുള്ള വേർഡ്സ് മിസ്സിംഗ് ലെറ്റർ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. ടീച്ചർ 13 ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചിട്ടുള്ള 13 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്താം. അതിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നുണ്ടാവുക. ഫൈൻഡ് ദ മിസ്സിംഗ് ലെറ്റർ ആണ് ഒന്നാമത്തെ ടോപ്പിക്, ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താ നിങ്ങൾ ചെയ്യാനുള്ളത്? മിസ്സിംഗ് ലെറ്റർ നിങ്ങൾ എഴുതുക. മിസ്സിംഗ് ലെറ്റർ എഴുതി ആ വേർഡ് കംപ്ലീറ്റ് ചെയ്യുക. 3 എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞു. രണ്ടാമത്തെ മോഡൽ ചൂസ് ദ ഓഡ് വൺ ഔട്ട്. ഇത് എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതൽ എക്സാമിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചൂസ് ദ ഓഡ് വൺ ഔട്ട്. ഒറ്റയ്ക്കായുള്ളതിനെ കാണിക്കാം, കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. എക്സാമ്പിൾ മാംഗോ, ഗ്രേപ്സ്, റോസ്, ഓറഞ്ച്. ഇതിൽ ഓഡ് വൺ ഒറ്റയ്ക്കുള്ളത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? മാംഗോ, ഗ്രേപ്സ്, റോസ്, ഓറഞ്ച്. ഏതാണ് ആൻസർ? ആൻസർ റോസ്. മാംഗോ, ഗ്രേപ്സ്, ഓറഞ്ച് എന്താണ്? ഫ്രൂട്ട്സ് ആണ്. റോസ് എന്താണ്? ഫ്ലവർ ആണ്. അപ്പോൾ ഒറ്റയ്ക്കുള്ളത് ആരാ? റോസ്. മറ്റൊരു ക്വസ്റ്റ്യൻ സാഡ്, സോറോ, വറി, ഹാപ്പി. ഇതിൽ ഓഡ് വൺ ഒറ്റയ്ക്കുള്ളത് ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? സാഡ്, വറി, ഹാപ്പി. എഴുതിക്കോളൂ, ആൻസർ എഴുതിക്കോളൂ. എഴുതിയായിരുന്നോ? ഏതാണ് ആൻസർ? ഹാപ്പി. സാഡ്, സോറോ, വറി ഇതെന്താണ്? ദുഃഖമാണ് അല്ലേ, സങ്കടമാണ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. അപ്പോൾ അതാണ് ഒറ്റയ്ക്കുള്ളത്. മറ്റൊരു എക്സാമ്പിൾ ടോട്ടോയിസ്, ഫിഷ്, ക്രാബ്, ഫ്രോഗ്. ടോട്ടോയിസ്, ഫിഷ്, ക്രാബ്, ഫ്രോഗ്. എഴുതിക്കോളൂ. ചൂസ് ദ ഓഡ് വൺ. ഈ കൂട്ടത്തിൽ പെടാത്തത് എഴുതുക. എഴുതിയായിരുന്നോ? ഏതാണ് ആൻസർ? ഫിഷ്. മറ്റുള്ളതെല്ലാം എന്താണ്? വെള്ളത്തിലും ജീവിക്കും, കരയിലും ജീവിക്കും. ഫിഷ് കരയിൽ ജീവിക്കില്ല, വെള്ളത്തിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ. ഫിഷ് ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ടീച്ചർ ഫസ്റ്റ് പറഞ്ഞു മിസ്സിംഗ് ലെറ്റർ കണ്ടെത്തി എഴുതാനുള്ളതാണ്. ഫൈൻഡ് ദ മിസ്സിംഗ് ലെറ്റർ ആണ് ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. രണ്ടാമത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? ചൂസ് ദ ഓഡ് വൺ. ഒറ്റപ്പെട്ടത് എഴുതുക. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാകും. മൂന്നാമത്തെ ടോപ്പിക്ക് പറയട്ടെ. മൂന്നാമത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ റീഅറേഞ്ച് ദ ഗിവൺ വേർഡ്സ് ടു മേക്ക് എ മീനിങ്ഫുൾ സെന്റൻസ്. നമ്മൾ വേർഡ്സ് റീഅറേഞ്ച് ചെയ്ത് അർത്ഥവത്തായ ഒരു സെന്റൻസ് ആക്കി മാറ്റണം. എക്സാമ്പിൾ അന്ന, ദ ബോയ്, ഗാവ്, ടു ബോട്ട്സ്, ടു. ഇതൊരു സെന്റൻസ് ആണ്. പക്ഷേ ഈ സെന്റൻസ് കറക്റ്റ് ഓർഡറിലല്ല, ഓർഡർ തെറ്റാണ്. അറേഞ്ച് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക. ഈ വേർഡ്സിനെ റീഅറേഞ്ച് ചെയ്ത് ഒരു മീനിങ് ഫുൾ, ഒരു അർത്ഥവത്തായ സെന്റൻസ് ആക്കി മാറ്റുക. എങ്ങനെ ചെയ്യാം? ടീച്ചർ ഒരു ക്ലൂ തരാം കേട്ടോ. കൂടുതലും സെന്റൻസ് തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കില്ലേ? അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും അവിടെ വരിക. ടീച്ചർ ഇവിടെ നിങ്ങൾ തെറ്റിക്കാനായിട്ട് അത് നൽകിയിട്ടില്ല. നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനാണ് ക്യാപിറ്റൽ ലെറ്റർ നൽകാത്തത്. കൂടുതൽ ക്വസ്റ്റ്യൻസിലും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, സെന്റൻസിൻ്റെ തുടക്കത്തിലുള്ള ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അങ്ങനെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ടീച്ചർ ഒരു എക്സാമ്പിൾ, ഒരു ക്ലൂ തന്നു എന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കണ്ടെത്തണം കേട്ടോ. അന്ന, ദ ബോയ്, ഗേവ്, ടു ബോട്ട്സ്, ടു. ഇവിടെ അന്ന ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ്, പക്ഷെ അതൊരു പേരായതുകൊണ്ടാണ് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയത്. അപ്പോൾ അന്നയല്ല ഫസ്റ്റ് വരിക എന്ന് തോന്നുന്നു. ആയിരിക്കുമോ? നോക്കാം. അന്ന gave, to boats, to the boy. ആദ്യം എന്താ എഴുതാനുള്ളത്? അന്ന gave 2 boats to the boy. റീഅറേഞ്ച് ചെയ്യാൻ മനസ്സിലായല്ലോ? ഈ സെന്റൻസിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ഈ വേർഡ്സിനെ
റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അന്ന അടുത്തെന്താ വരിക? ഗേവ്. അന്ന ഗേവ് 2 boats to the boy. ഇതാണ് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവും. കൂടുതൽ ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുണ്ട്. ഇത് മോഡലിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നൽകാം. Was the old man clothes in shabby? ടീച്ചർ പറഞ്ഞു ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതൊന്ന് കറക്റ്റായിട്ട് എഴുതി നോക്കിയേ. കറക്റ്റായിട്ട് എഴുതിയേ. ഈ വേർഡ്സിനെ റീഅറേഞ്ച് ചെയ്ത് മീനിങ് ഫുൾ സെൻറ്റൻസ് ആക്കി എഴുതുക. ഇതിൽ ഏത് വേർഡാണ് ആദ്യം എഴുതാനുള്ളത്, രണ്ടാമത് ഏത് വേർഡാണ്, മൂന്നാമത് ഏതാണ്, നാലാമത് ഏതാണ്, അഞ്ചാമത് ഏതാണ് എന്ന് കറക്റ്റ് ഓർഡറിൽ എഴുതുക. എഴുതിയായിരുന്നോ? ഒന്നാമത്തേത് ദ ഓൾഡ് മാൻ. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ഓൾഡ് മാൻ. രണ്ടാമത് എന്താ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? വാസ്. ദ ഓൾഡ് മാൻ വാസ് ഇൻ. ദ ഓൾഡ് മാൻ വാസ് ഇൻ ഷാബി ക്ലോത്ത്സ്. അപ്പൊ എങ്ങനെയാ റീഅറേഞ്ച് എഴുതുക? ദ ഓൾഡ് മാൻ വാസ് ഇൻ ഷാബി ക്ലോത്ത്സ്. ആ ഓൾഡ് മാൻ്റെ എങ്ങനത്തെ ഡ്രസ്സായിരുന്നു? മുഷിഞ്ഞ ഡ്രസ്സായിരുന്നു. ദ ഓൾഡ് മാൻ വാസ് ഇൻ ഷാബി ക്ലോത്ത്സ്. ഓൾഡ് മാൻ മുഷിഞ്ഞ വസ്ത്രത്തിലായിരുന്നു. ഓക്കെ. അടുത്ത സെൻറ്റൻസ് നൈറ്റിൻഗെയിൽ ദ ബാക്ക് കംസ്. ഇതിനെ ഈ വേർഡ്സിനെ റീഅറേഞ്ച് ചെയ്ത് മീനിങ് ഫുൾ സെൻറ്റൻസ് ആയിട്ട് എഴുതിയേ. നൈറ്റിൻഗെയിൽ ദ ബാക്ക് കംസ്. റീഅറേഞ്ച് ചെയ്ത് എഴുതിയേ. ആദ്യം എന്തായിരിക്കും വരിക? ടീച്ചർ പറഞ്ഞു ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. ദ. ദ. അടുത്തെന്തായിരിക്കും വരിക? എഴുതിയിരുന്നോ? ദ കഴിഞ്ഞാൽ എന്താ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? നൈറ്റിൻഗെയിൽ. രണ്ടാമത് നൈറ്റിൻഗെയിൽ ആണ് വരിക. ദ നൈറ്റിൻഗെയിൽ. മൂന്നാമത് എന്തായിരിക്കും വരിക? ബാക്ക് ആണോ കംസ് ആണോ? കംസ്. കംസ് ബാക്ക്. അപ്പൊ എങ്ങനെ എഴുതുക? ദ നൈറ്റിൻഗെയിൽ കംസ് ബാക്ക്. ദ നൈറ്റിൻഗെയിൽ കംസ് ബാക്ക്. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനും ടീച്ചർ പറഞ്ഞു. ഒന്നാമത്തെ ടൈപ്പ് മിസ്സിംഗ് ലെറ്റർ കണ്ടെത്താനായിട്ട് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. രണ്ടാമത് എന്താ ടീച്ചർ പറഞ്ഞിരുന്നേ? ഓക്കെ. മൂന്നാമത് എന്താ ടീച്ചർ പറഞ്ഞിരുന്നേ? ഓക്കെ. അപ്പോൾ ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. അടുത്തത് പറയട്ടെ? നാലാമത്തേത് പറയട്ടെ? നാലാമത്തേത് റിഡിൽസ്. ഹു ആം ഐ എന്ന് കണ്ടെത്താനുള്ളതാണ് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ, ഐ ക്യാൻ ഡാൻസ് വെൽ. മൈ ഫെദേഴ്സ് ആർ ബ്യൂട്ടിഫുൾ. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ക്രൗഡ്. ഹു ആം ഐ? ഞാൻ നല്ലതുപോലെ ഡാൻസ് ചെയ്യും. എനിക്ക് നല്ല ഫെദേഴ്സ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ഫെദേഴ്സ് ഉണ്ട്. എനിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രൗൺ ഉണ്ട്. ഞാൻ ആരാണ്? വേഗത്തിൽ എഴുതിക്കോളൂ. ഞാൻ ആരാണ്? ഹു ആം ഐ? ആൻസർ എഴുതിക്കോളൂ. ടീച്ചർ ആൻസർ പറയാം കേട്ടോ. നിങ്ങൾ എഴുതിയ ആൻസർ കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. ഹു ആം ഐ എന്ന് എഴുതിക്കോളൂ. ആരാണ് ഈ ഞാൻ? ആരാണ്? ഞാൻ നല്ലതുപോലെ ഡാൻസ് ചെയ്യും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫെദേഴ്സ് ഉണ്ട്, തൂവലുകളുണ്ട്. ആൻസർ കിട്ടി കാണും. എന്താണ് ആൻസർ? പീകോക്ക്. എത്ര പേർക്ക് ശരിയായി? പീകോക്ക്. പീകോക്ക്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഓക്കെ. കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് നാളെ ഇതിൽ നിന്ന് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. ആയതിനാൽ നിങ്ങൾക്കിത് എക്സാമിന് പ്രയോജനപ്പെട്ടോ എന്നുള്ളത് നാളെ വന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഇന്ന് നിങ്ങൾ ഈ പഠിപ്പിച്ചത് ഇഷ്ടമായോ എന്നുള്ളത് ഇന്ന് കമൻറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അടുത്ത ക്വസ്റ്റ്യൻ, ഐ ലീവ് ഇൻ വാട്ടർ. ഞാൻ വെള്ളത്തിലാണ് ജീവിക്കുക. ഐ നെവർ ബിക്കം തേഴ്സ്റ്റി. എനിക്ക് ദാഹിക്കാറില്ല. ഐ എവർ ഡ്രിങ്ക് വാട്ടർ. ഞാൻ എപ്പോഴും വെള്ളം കുടിക്കും. ഹു ആം ഐ? ഞാൻ ആരാണ്? ഫസ്റ്റ് ഓപ്ഷൻ ഐ ലീവ് ഇൻ വാട്ടർ. ഞാൻ വെള്ളത്തിൽ ജീവിക്കുന്നതാണ്. എഴുതിക്കോളൂ. ഹു ആം ഐ?
ആരായിരിക്കും? ഞാൻ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. വെള്ളത്തിലും കരയിലുമല്ല, വെള്ളത്തിലാണ്. ഐ ലീവ് ഇൻ വാട്ടർ. ഹു ആം ഐ? യെസ്, ആൻസർ എഴുതി. കറക്റ്റ് ആണോ നോക്കാം. ഫിഷ്. എത്ര പേർക്ക് ഫിഷ് എന്ന് ആൻസർ കിട്ടി? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. യെസ്, വെരി ഗുഡ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നൽകട്ടെ ടീച്ചർ? ഒരു ക്വസ്റ്റ്യൻ കൂടി നൽകട്ടെ? ഹു ആം ഐയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി നൽകട്ടെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ എത്ര പേര് ആൻസർ എഴുതുമെന്ന് പറയണം കേട്ടോ. എത്ര പേര് ഈ ആൻസർ കറക്റ്റായിട്ട് എഴുതിയെന്ന് ടീച്ചറിനെ അറിയിക്കണേ. യു ക്യാൻ ഡ്രോപ്പ് മീ ഫ്രം ദ ടോളസ്റ്റ് ബിൽഡിംഗ് ആൻഡ് ഐ വിൽ ബി ഫൈൻ. ബട്ട് ഇഫ് യു ഡ്രോപ്പ് മീ ഇൻ വാട്ടർ ഐ ഡൈ. ഹു ആം ഐ? നിങ്ങൾക്ക് എന്നെ വലിയ ബിൽഡിങ്ങിൽ നിന്ന് വലിച്ചെറിയാം, പക്ഷെ എനിക്കൊന്നും സംഭവിക്കില്ല. ബട്ട് ഇഫ് യു ഡ്രോപ്പ് മീ ഇൻ വാട്ടർ, പക്ഷെ നിങ്ങൾ എന്നെ വെള്ളത്തിൽ മുക്കിയാൽ എന്ത് ചെയ്യും? വെള്ളത്തിൽ ഇട്ടാൽ ഞാൻ എന്ത് ചെയ്യും? ഐ ഡൈ. ഞാൻ ഇല്ലാണ്ടാവും. ഹു ആം ഐ? ഞാൻ നശിച്ചു പോകും. ഞാൻ മരിച്ചു പോകും. ഞാൻ ആരാണ്? വലിയ ബിൽഡിങ്ങിൽ നിന്ന് എറിഞ്ഞാൽ എനിക്ക് ഒന്നും പറ്റത്തില്ല, പക്ഷെ നിങ്ങൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഞാൻ മരിക്കും. ഹു ആം ഐ? ഞാൻ ആരാണ്? എത്ര പേർക്ക് ആൻസർ കിട്ടിയെന്ന് പറയണം കേട്ടോ. എത്ര പേർ ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് എഴുതി എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ, മറക്കരുത്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. നോക്കട്ടെ എത്ര പേർക്ക് ഇതിന് ആൻസർ കിട്ടിയെന്ന് നോക്കട്ടെ. ടീച്ചർ ആൻസർ നൽകിയതിന് ശേഷമല്ല, അല്ലാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ആൻസർ ടീച്ചർ പറയണമോ? നിങ്ങൾ കമൻറ്റ് ചെയ്യില്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ടീച്ചർ ഇതിൻ്റെ ആൻസർ പറയുന്നില്ല, ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാവരും എഴുതിയല്ലോ? അടുത്തതിലേക്ക് പോട്ടെ, അടുത്ത മോഡലിലേക്ക് പോട്ടെ, അടുത്ത ടൈപ്പിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ടൈപ്പ്, ആഡ് മോർ ലൈൻസ്. അഞ്ചാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ആഡ് മോർ ലൈൻസ്, കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കുക. വി ഹാവ് ലിറ്റിൽ ബോട്ട്സ്, വി ആർ മേക്കിംഗ് ബോട്ട്സ്, ദ ബോട്ട്സ് ആർ പേപ്പർ ബോട്ട്സ്, ദ ബോട്ട്സ് ആർ സെയിലിംഗ് ഇൻ ദ സ്ട്രീം. 4 വരി നൽകിയിട്ടുണ്ട്. ഇതുപോലെ 4 വരി കൂടി നിങ്ങൾ കൂട്ടിച്ചേർക്കണം. ഇത് നിങ്ങൾ ഒത്തിരി ചെറിയ ക്ലാസ് മുതലേ ക്ലാസ്സിലൊക്കെ ചെയ്യുന്നതാണ്. വി ഹാവ് ലിറ്റിൽ ബോട്ട്സ്, വി ആർ മേക്കിംഗ് ബോട്ട്സ്, ദ ബോട്ട്സ് ആർ പേപ്പർ ബോട്ട്സ്, ദ ബോട്ട്സ് ആർ സെയിലിംഗ് ഇൻ ദ സ്ട്രീം. ഇതുപോലെ നിങ്ങൾ എന്തു ചെയ്യണം? അടുത്ത 4 വരി എഴുതണം. ടീച്ചറോട് നൽകിയിട്ടുണ്ട്. വി ഹാവ് ലോങ് കൈറ്റ്സ്, വി ആർ മേക്കിംഗ് കൈറ്റ്സ്, ദ കൈറ്റ്സ് ആർ പ്ലാസ്റ്റിക് കൈറ്റ്സ്, ദ കൈറ്റ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. പ്ലാസ്റ്റിക്കിന് പകരം നിങ്ങൾക്ക് പേപ്പർ എന്ന് എഴുതാം കേട്ടോ. ദ കൈറ്റ്സ് ആർ പേപ്പർ കൈറ്റ്സ് എന്നും എഴുതാം. ഓക്കെ, വി ഹാവ് ലോങ് കൈറ്റ്സ്, എനിക്ക് നീളമുള്ള കൈറ്റ്സ് ഉണ്ട്, നമുക്കുണ്ട്. വി ആർ മേക്കിംഗ് കൈറ്റ്സ്, നമ്മൾ പട്ടങ്ങൾ ഉണ്ടാക്കി. ദ കൈറ്റ്സ് ആർ പ്ലാസ്റ്റിക് കൈറ്റ്സ്, ദ കൈറ്റ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ഇവിടെ ബോട്ട്സ് ആണ്, അപ്പോൾ സെയിലിംഗ്. കൈറ്റ്സ് ആകുമ്പോൾ ഫ്ലൈയിങ്, പറക്കുന്നു. എവിടെയാണ്? ഇത് സ്ട്രീം, അരുവിയിലാണ്. കൈറ്റ് ആണെങ്കിലോ സ്കൈ, ആകാശത്താണ് പറക്കുക. ഓക്കെ, ഇതുപോലെ ആഡ് മോർ ലൈൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങളത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യും. അടുത്താണ് ഡിസ്ക്രിപ്ഷൻ. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ ടീച്ചർ ക്വസ്റ്റ്യൻ നൽകാം. എ ഗാർലൻഡ് ഓഫ് ജാസ്മിൻ, എ ഗാർലൻഡ് ഓഫ് ജാസ്മിൻ, എ ഫ്ലവർ സെല്ലർ ഷൗട്ടഡ്, I want that garland, the child murmured. But without waiting for answer, he moved on. Can you describe a garland shop? ഒരു ഗാർലൻഡ് ഷോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാവോ? വിവരിച്ചെഴുതാവോ? വിവരിച്ചെഴുതാവോ? ഗാർലൻഡ് ഷോപ്പിനെ കുറിച്ച് വിവരിച്ചെഴുതാവോ? ഡിസ്ക്രൈബ് ചെയ്യാവോ? ടീച്ചറുടെ ആൻസർ നൽകാം. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് നൽകുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇതിന് നിങ്ങൾ ആൻസർ ഒറ്റയ്ക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ എഴുതുക, ഇത് പാസ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. ടീച്ചറുടെ ഒരു ആൻസർ നൽകാം, അറിയാത്തവർക്കായിട്ട് ആൻസർ നൽകാം. There is a garland shop in my village. The name of the shop is Lily. നമ്മുടെ വില്ലേജിൽ ഒരു ഗാർലൻഡ് ഷോപ്പ് ഉണ്ട്. There is a garland shop in my village. ഗാർലൻഡ് എന്ന് അറിയില്ല, പൂമാലകൾ ഉണ്ടാക്കി പൂ വിൽക്കുന്ന ഷോപ്പ് അറിയാവോ? പൂമാലകൾ ഉണ്ടാക്കി വിൽക്കുന്ന ഷോപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. യെസ്, അതാണ് ഗാർലൻഡ് ഷോപ്പ് കേട്ടോ. There is a garland shop in my village. The name of the shop is Lily. There are many flower baskets. അവിടെ ഒത്തിരി ഫ്ലവർ ബാസ്കറ്റ്സ് ഉണ്ട്.
There are full of flowers with different colors. ആ ബാസ്ക്കറ്റ്സ് നിറയെ എന്താണ്? പല നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞിരിക്കും. There are full of flowers. അത് നിറയെ ഫ്ലവേഴ്സ് ആണ്. With different colors. പല നിറത്തിലുള്ള ഫ്ലവേഴ്സ്. They are, അത് ഏതൊക്കെ ഫ്ലവേഴ്സ് ആയിരിക്കും? ജാസ്മിൻ, മേരിഗോൾഡ്, ലോട്ടസ്, റോസ് എക്സെട്ര. ഇങ്ങനെ ഒത്തിരി പൂക്കൾ ഉണ്ടാകും. The garlands are hanged in the hooks. ഗാർലൻഡ് എന്ത് ചെയ്യും? ഒരു ഹൂക്കിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കും. ഹൂക്സിൽ ഹാങ് ചെയ്തിട്ടിരിക്കും ഗാർലൻഡ്, മാല, പൂമാല. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആർ മിക്സ്ഡ് ഇൻ എ ഗാർലൻഡ്. ഗാർലൻഡിൽ ഒത്തിരി ടൈപ്പ് ഫ്ലവേഴ്സ് മിക്സ് ചെയ്തിട്ടായിരിക്കും ഇതുപോലെ ഗാർലൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഗാർലൻഡ് ഷോപ്പിൽ കണ്ടതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്താണ് ടീച്ചർ എഴുതിയിട്ടുള്ളത്. ഇതുപോലെ എന്തിനെക്കുറിച്ചാണോ ചോദിക്കുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. ഓക്കെ. ചിലപ്പോൾ ഒരു ഫെസ്റ്റിവലിന് നിങ്ങൾ പോയി ആ ഫെസ്റ്റിവലിൻ്റെ അവിടുത്തെ അതിനെക്കുറിച്ച് എഴുതാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ വിവരിച്ച് എഴുതുക. ഓക്കെ. ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ അറിയാലോ, ആഡ് മോർ ലൈൻസ് അറിയാലോ, ഹൂ ആം ഐ കണ്ടെത്താൻ അറിയാലോ, ഫൈൻഡ് ദ മിസ്സിംഗ് ലെറ്റർ അറിയാലോ, റീഅറേഞ്ച് ദ കറക്റ്റ് ഓർഡർ അറിയാലോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കോൺവെർസേഷൻ. കോൺവെർസേഷൻ ചോദിക്കാം. ടീച്ചർ ഇവിടെ ഒരു എക്സാമ്പിൾ നൽകാം. അന്ന ഗേവ് 2 boats to the boy. അന്ന ആൺകുട്ടിക്ക് എത്ര ബോട്ട് കൊടുത്തു? 2 boats, 2 വള്ളങ്ങൾ കൊടുത്തു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് അന്ന. ബോയും അന്നയും തമ്മിലുള്ള കോൺവെർസേഷനും എഴുതണം. നോക്കി, ഇവിടെ ഒരു ഇത് നൽകിയിട്ടുണ്ട്. അന്ന പറയാണ് ടേക്ക് ദീസ് ബോട്ട്സ്, ഈ ബോട്ട്സ് എടുത്തോളൂ. അപ്പോൾ ബോയ് എന്ത് പറഞ്ഞിരിക്കും? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഈസ് ഇറ്റ് ഫോർ മീ? ഇത് എനിക്കുള്ളതാണോ? അന്ന മൈ ആൻറ്റ് മെയ്ഡ് ദം ഫോർ യു. ഇത് എൻ്റെ ആൻറ്റി നിനക്കായിട്ട് ഉണ്ടാക്കിയതാണ്. ബോയ് പറയാണ് എന്തായിരിക്കും പറയുക? ഓ താങ്ക് യു, ഐ ആം സോ ഹാപ്പി. അന്ന പറയാണ് ഗോ ആൻഡ് സെയിൽ യുവർ ബോട്ട്. പോകൂ, ഈ ബോട്ടിനെ ഒഴുക്കൂ എന്ന് പറയണം. അപ്പോൾ ബോയ് എന്ത് പറഞ്ഞു കാണും? ലെറ്റ് സെയിൽ അവർ ബോട്ട്സ് ടുഗദർ. നമുക്ക് നമ്മുടെ ബോട്ട്സിനെ ഒരുമിച്ച് ഒഴുക്കാമെന്ന് പറയുകയാണ്. ഇവിടെ ഈ ബോയ് പറയുന്നതെല്ലാം നിങ്ങൾ എഴുതേണ്ടതായിരുന്നു. കോൺവെർസേഷൻ പൂർണ്ണമായിട്ട് ചിലപ്പോൾ നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കോൺവെർസേഷനാണ് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഏഴാമത്തെ മോഡൽ ഏതായിരുന്നു? കോൺവെർസേഷൻ. ഡിസ്ക്രിപ്ഷൻ അറിയാലോ, ഡിസ്ക്രിപ്ഷൻ എഴുതാലോ. ഗാർലൻഡ് ഷോപ്പിനെ കുറിച്ച് ടീച്ചർ ഡിസ്ക്രിപ്ഷൻ നൽകി. നിങ്ങൾ അതുപോലെ എന്ത് ചെയ്യണം? എന്താണോ ചോദിക്കുന്നത് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. കോൺവെർസേഷൻ എന്താണോ കോൺവെർസേഷന് ചോദിക്കുക അത് നിങ്ങൾ കോൺവെർസേഷൻ ടൈപ്പിൽ എഴുതുക. നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് മേക്ക് എ മീനിങ് ഫുൾ വേർഡ് ഫ്രം ദ ഗിവൺ ലെറ്റേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ്. നമ്മളൊരു മീനിങ് ഫുൾ വേർഡ് ഉണ്ടാക്കണം. നൽകിയിരിക്കുന്ന ലെറ്റർ നമ്മൾ ഫസ്റ്റ് പഠിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, മിസ്സിംഗ് ലെറ്റർ. അതുപോലെ പക്ഷെ ഇവിടെ ലെറ്റേഴ്സ് എല്ലാം നൽകിയിട്ടുണ്ടാകും, അത് ഓർഡറിലായിരിക്കില്ല നൽകിയിട്ടുണ്ടാവുന്നത്. അതിനെ കറക്റ്റ് ഓർഡറിലാക്കി സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ നോക്കിയേ, ഇതൊരു വാക്കാണ്, പക്ഷെ ലെറ്റേഴ്സ് എല്ലാം ഓർഡർലെസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്, ഒന്നും ഓർഡറിലല്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓർഡറാക്കി എഴുതാം? ഓർഡർ അല്ലാത്തതിനെ നമുക്കെങ്ങനെ ഓർഡറാക്കി എഴുതാം? ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പിംഗല സോവ്ഡ് ദ സീഡ് ബട്ട് ഇറ്റ് ഡിഡ്ന്റ്. പിംഗല വിത്ത് വിതച്ചു, പക്ഷെ അവ മുളച്ചില്ല. മുളയ്ക്കാൻ എന്താ പറയാ? സ്പ്രൗട്ട്. SPROUT. SPROUT. ലെറ്റേഴ്സ് ഓർഡർ അല്ലാതെ നൽകിയിട്ടുണ്ടാകും, അത് റീഅറേഞ്ച് ചെയ്ത് ഒരു ഏതാണോ ആ കറക്റ്റ് വേർഡാക്കി ഫില്ല് ചെയ്യുക. അതാണ് അടുത്ത് ചോദിക്കാവുന്ന ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ. ഇതൊത്തിരി ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഏതാണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിംഗല സോവ്ഡ് ദ സീഡ് ബട്ട് ഇറ്റ് ഡിഡ്ന്റ് സ്പ്രൗട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ്. മാച്ച് ചെയ്യുക. അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ്. സ്റ്റോംസ്, ഹാർബർ, തണ്ടർ. സ്റ്റോംസിന് നേരെ ഫോളോസ് ലൈറ്റ്നിങ് കിടപ്പുണ്ട്, ഹാർബറിന് നേരെ റെക് ഷിപ്സ് കിടപ്പുണ്ട്, തണ്ടറിന് നേരെ വെൽക്കംസ് ഷിപ്സ് കിടപ്പുണ്ട്. ഫോളോസ് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ മിന്നൽ കഴിഞ്ഞ ഉടനെ വരുന്നുണ്ട്.
റെക് ഷിപ്സ് എന്ന് പറഞ്ഞാൽ ഷിപ്സൊക്കെ നശിക്കുന്നു. വെൽക്കം ഷിപ്സ് എന്ന് പറഞ്ഞാൽ ഷിപ്സിനെ കപ്പലുകളെ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ സ്റ്റോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർബർ എന്തിനാണ്, തണ്ടർ എന്തിനാണ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. സ്റ്റോംസ് എന്തിനാണ്? സ്റ്റോംസ് വന്നാൽ എന്ത് ചെയ്യും? റെക് ഷിപ്സ്, ഷിപ്സിനെ നശിപ്പിക്കും. ഹാർബർ എന്തിനാണ്? വെൽക്കംസ് ഷിപ്സ്, ഷിപ്സിനെ വെൽക്കം ചെയ്യാനാണ്. തണ്ടർ എപ്പോഴുണ്ടാവുക? ഫോളോസ് ലൈറ്റ്നിങ്, മിന്നലിനെ ഫോളോ ചെയ്താണ് തണ്ടർ വരിക. ഇതുപോലെ മാച്ച് ചെയ്ത് കറക്റ്റാക്കി എഴുതാനുണ്ടാവും. നിങ്ങൾക്കിവിടെ സ്റ്റോംസ്, ഹാർബർ, തണ്ടർ ഇത്രയായിരിക്കും നൽകിയിട്ടുണ്ടാവുക. ക്വസ്റ്റ്യനിൽ നിന്ന് കറക്റ്റ് ഓർഡറാക്കി നിങ്ങളിത് എഴുതുക. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അടുത്ത് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. പാസേജ് വായിക്കുക, താഴെ വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകുക. അന്ന took the boat and smiled. അന്ന ബോട്ട് എടുത്തു, അതിന് ചിരിച്ചു. The boy smiled back pleasantly. ബോയ് എന്ത് ചെയ്തു? സന്തോഷത്തോടെ തിരികെ ചിരിച്ചു. ഇതാണ് നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇമോഷൻ ഡെവലപ്പ് ബിറ്റ്വീൻ അന്ന ആൻഡ് ദ ബോയ് ഇൻ ദിസ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് വികാരം അല്ലെങ്കിൽ എന്ത് ഇമോഷനാണ് അവർക്കിടയിൽ ഉണ്ടായത്? എൻവി, ഫ്രണ്ട്ഷിപ്പ്, എൻമിറ്റി. എൻവി എന്ന് പറഞ്ഞാൽ എന്താ? എൻവി എന്ന് പറഞ്ഞാൽ അസൂയാണ് കേട്ടോ. എൻവി അസൂയ. ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് എന്നതിന് എന്താ? സൗഹൃദം. എൻമിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് ശത്രുതയാണ് കേട്ടോ. എൻവി അസൂയാണ്, എൻമിറ്റി ശത്രുതയാണ്, ദേഷ്യം എന്നൊക്കെ പറയാം. ഇതിൽ ഏതാണ് ഈ സമയത്ത് അന്നയ്ക്കും ആ ആൺകുട്ടിയുടെയും ഉണ്ടായത്? എൻവി അസൂയാണോ, ഫ്രണ്ട്ഷിപ്പ് സൗഹൃദമാണോ, എൻമിറ്റി ശത്രുതയാണോ? ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? ഓക്കെ, ശരിയാണോ നോക്കട്ടെ ടീച്ചർ. ഫ്രണ്ട്ഷിപ്പ്, വെരി ഗുഡ്. ഫ്രണ്ട്ഷിപ്പ് ആണ് ഉണ്ടായത്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് വേർഡ് ഈസ് സിമിലർ ടു ദ വേർഡ് പ്ലസന്റ്ലി. ഇവിടെ പ്ലസന്റ്ലി, ദ ബോയ് സ്മൈൽ ബാക്ക് പ്ലസന്റ്ലി. പ്ലസന്റ്ലി എന്നൊരു വാക്ക് വന്നു അല്ലേ? ആ പ്ലസന്റ്ലി എന്ന വാക്കിന് തുല്യമായിട്ടുള്ള വാക്ക് ഏതാണ്? സിമിലർ, സിമിലർ വേർഡ്. തുല്യമായിട്ടുള്ള വേർഡ് ഏതാണ്? ആംഗ്ലി, ദേഷ്യത്തോടെ പെരുമാറുക. സ്വിഫ്റ്റ്ലി, ഹാപ്പിലി. സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട്, ചിരിച്ചില്ലേ അതുകൊണ്ട് തിരികെ ചിരിച്ചേക്കാം എന്നൊരു രീതിയിൽ ബന്ധപ്പെട്ട് ചിരിക്കുക. ഹാപ്പിലി സന്തോഷത്തോടെ. ഇതിൽ ഏതാണ് പ്ലസന്റ്ലി എന്ന വാക്കിൻ്റെ തുല്യമായിട്ടുള്ളത്? ആംഗ്രിലി ആണോ, ദേഷ്യമാണോ അവിടെ വന്നത്? സ്വിഫ്റ്റ്ലി, ആ ഒരു ബന്ധപ്പെട്ട് അതിന് ഒരു ചിരിക്കുക അതാണോ? അതവർ സന്തോഷം കൊണ്ട്, ഹാപ്പിലി സന്തോഷത്തോടെ ആ ഒരു ചിരി വന്നതാണോ? പ്ലസന്റ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം ഇതിലേതാണ്? ദേഷ്യത്തോടെ ചിരിക്കുക, ബന്ധപ്പെട്ട് ചിരിക്കുക, സന്തോഷത്തോടെ ചിരിച്ചു. ഏതാണ് ആൻസർ? ശരിയാണോ നോക്കാം. ഹാപ്പിലി, സന്തോഷം കൊണ്ട് ചിരിച്ചതാണ് ഹാപ്പിലി. ഓക്കെ, അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് ഞാൻ അടുത്ത് ചോദിക്കുന്നത് സി ക്വസ്റ്റ്യൻ കേട്ടോ. സി ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് അന്ന സ്മൈൽ? റൈറ്റ് ഇറ്റ് ഇൻ എ പാരഗ്രാഫ്. എന്തുകൊണ്ടാണ് അന്ന ചിരിച്ചത്? അതൊരു പാരഗ്രാഫായിട്ട് എഴുതുക. അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക കേട്ടോ. അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഓക്കെ, അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ വൺ വിച്ച് ഈസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇവിടെ 4 സെൻറ്റൻസ് വീതം 3 സെറ്റ് നൽകിയിട്ടുണ്ടാവും. 4 സെൻറ്റൻസ് ഉള്ള 3 സെറ്റ്. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അതുണ്ട് കേട്ടോ. 4 സെൻറ്റൻസ് ഉള്ള 3 ടൈപ്പ് നൽകിയിട്ടുണ്ടാവും. അത് കറക്റ്റ് ഓർഡർ ആയിട്ടുള്ളത് എഴുതുക. ആ 4 സെൻറ്റൻസും കറക്റ്റ് ഓർഡറിൽ ഏതാണോ ഉള്ളത് അത് എഴുതുക. എക്സാമ്പിൾ പറഞ്ഞു തരാൻ ടീച്ചർ. റീഡ് ദ ഈവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ദ ലോസ്റ്റ് ചൈൽഡ്. ദ ലോസ്റ്റ് ചൈൽഡ് എന്ന സ്റ്റോറിയിലുള്ള കുറച്ച് ഈവൻറ്റ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സെലക്ട് ദ വൺ വിച്ച് ഈസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. അത് കറക്റ്റ് ഓർഡർ സംഭവിച്ച് കറക്റ്റ് ഓർഡറിൽ അത് ഏതാണോ ഉള്ളത് അതാണ് ശരി ഉത്തരം. എ ആണോ, ബി ആണോ, സി ആണോ, അത് ഏതാണെങ്കിൽ അത് എഴുതുക. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, ദ ബോയ് മിസ്ഡ് ഹിസ് പാരൻസ് ഇൻ ദ ഫെയർ ഗ്രൗണ്ട്. ദ ബോയ് വാസ് ഫാസിനേറ്റഡ് ബൈ ദ ടോയ്സ്. എ മാൻ ടുക്ക് ദ ബോയ് ആൻഡ് ട്രൈ ടു കൺസോൾ ഹിം.
എ ലിറ്റിൽ ബോയ് വെൻ ടു ദ ഫെയർ ഗ്രൗണ്ട് വിത്ത് ഹിസ് പാരൻസ്. ഇത് കറക്റ്റ് ഓർഡറിലാണോ? ഇത് കറക്റ്റ് ഓർഡർ ആണോ? ഓക്കെ, നിങ്ങൾ കണ്ടുപിടിക്കുക. ബി ക്വസ്റ്റ്യൻ. എ ലിറ്റിൽ ബോയ് വെൻ ടു ദ ഫെയർ ഗ്രൗണ്ട് വിത്ത് ഹിസ് പാരൻസ്. ദ ബോയ് വാസ് ഫാസിനേറ്റഡ് ബൈ ദ ടോയ്സ്. ദ ബോയ് മിസ്ഡ് ഹിസ് പാരൻസ് ഇൻ ദ ഫെയർ ഗ്രൗണ്ട്. എ മാൻ ടുക്ക് ദ ബോയ് ആൻഡ് ട്രൈ ടു കൺസോൾ ഹിം. ഇതാണോ ശരിയായിട്ടുള്ളത്? ആദ്യത്തേതാണോ ബി ആണോ ശരിയായിട്ടുള്ളതെന്ന് നിങ്ങൾ കണ്ടെത്തുക. ഒന്നുകൂടിയുണ്ട്. സി. എ മാൻ ടുക്ക് ദ ബോയ് ആൻഡ് ട്രൈ ടു കൺസോൾ ഹിം. എ ലിറ്റിൽ ബോയ് വെൻ ടു ദ ഫെയർ ഗ്രൗണ്ട് വിത്ത് ഹിസ് പാരൻസ്. ദ ബോയ് മിസ്ഡ് ഹിസ് പാരൻസ് ഇൻ ദ ഫെയർ ഗ്രൗണ്ട്. ദ ബോയ് വാസ് ഫാസിനേറ്റഡ് ബൈ ദ ടോയ്സ്. ഇത് കറക്റ്റ് ഓർഡർ ആണോ? ഇത് ആദ്യം തന്നെ മനസ്സിലാവും, കറക്റ്റ് ഓർഡർ അല്ല. സി കറക്റ്റ് ഓർഡർ അല്ല. എ ആണോ ബി ആണോ കറക്റ്റ് ഓർഡർ ആയിട്ടുള്ളത്? ഇതിൽ എ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവുക കേട്ടോ. നോക്കിക്കോളൂ. എ എന്ന് പറഞ്ഞിട്ടതുപോലെ 4 സെനൻസ്, ബി എന്ന് പറഞ്ഞിട്ടതുപോലെ 4 സെനൻസ്, സി എന്ന് പറഞ്ഞിട്ടതുപോലെ 4 സെനൻസ് ഉണ്ടാവും. ഇതിൽ കറക്റ്റ് ഓർഡറിൽ സംഭവം നടന്നത്, നിങ്ങൾക്ക് സ്റ്റോറി നല്ലതുപോലെ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോറി നടന്ന സംഭവം ഏതാണ് കറക്റ്റ് ഓർഡർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എ ആണോ ബി ആണോ സി ആണോ കറക്റ്റ് ഓർഡർ? പറഞ്ഞോളൂ. സി എന്തായാലും അല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എ ആണോ ബി ആണോ? The little boy went to the fairground with his parents. ഇവിടെ the boy missed his parents in the fairground. എന്താണ് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. എ ആണോ ബി ആണോ? ഇത് നിങ്ങൾ ഏതാണോ ശരി ആ 4 സെനൻസ് എഴുതണം കേട്ടോ. എ ആണോ ബി ആണോ സി ആണോ എന്നുള്ളത്. ശരിയായ ഉത്തരം ബി. ബി എത്ര പേർ കറക്റ്റായിട്ട് പറഞ്ഞു? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. വെരി ഗുഡ്. ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നോട്ടീസ്. നോട്ടീസ് തയ്യാറാക്കാനായിട്ട് ചോദിക്കും. ഇതിന് മുൻപ് ടീച്ചർ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നോട്ടീസിൽ നിന്ന് എനിക്ക് തോന്നുന്നു 2021 23 മുമ്പ് നടന്ന ആ എക്സാമിലാണ് നോട്ടീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ നോട്ടീസിൻ്റെ ക്വസ്റ്റ്യൻ ടീച്ചർ ഇവിടെ നൽകാം. Anna's aunt Arundhati was sitting in an armchair. Anna was sitting beside the window. She saw a woman coming to their house. Her face was covered with a cloth. Anna couldn't identify her. Who is coming to our house? She asked. She is a health worker. Answered. Here is a notice from district medical officer to prevent COVID-19. The health worker handed a notice to Arundhati. Please come inside. Arundhati invited her. Sorry, I cannot get in. We have to keep social distance, she said. Anna started reading the notice. Prepare the notice. ഇത് കോവിഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈം കഴിഞ്ഞിട്ട് നടന്ന LSS എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2023 2022 ഓർ 2021 ആണ്, കറക്റ്റായിട്ട് ഓർമ്മയില്ല. ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നോട്ടീസ് കേട്ടോ. ആ ടൈമിൽ ചോദിച്ചതാണ്. അന്നയുടെ വീട്ടിൽ ഒരു വുമൺ വന്നു, ഒരു നോട്ടീസ് കൊടുത്തു. കോവിഡിന് പാലിക്കേണ്ട നിയമങ്ങളാണ് കൊടുത്തത്. എന്തായിരുന്നു ആ നോട്ടീസിൽ ഉണ്ടായിരുന്നത്? അത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ടീസ് തയ്യാറാക്കുക. പ്രിപ്പയർ ദ നോട്ടീസ്. ടീച്ചർ ഇതിന് ആൻസർ നൽകാം കേട്ടോ. നോട്ടീസ് ആദ്യം ഹെഡിങ് കൊടുക്കുക, നോട്ടീസ് എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അത് എഴുതാം കേട്ടോ. ഇവിടെ നോക്കിയാൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ബ്രേക്ക് ദ ചെയിൻ. ഇപ്പം നോട്ടീസിൽ ഇങ്ങനെ ഹെഡിങ് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ നോട്ടീസ് എന്ന് എന്തായാലും കൊടുക്കണം. അതിന് താഴെ ഇതുപോലെ ഹെഡിങ് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എഴുതി തുടങ്ങാം. ഇത് കൊടുക്കുന്നത് അതൊരു ഭംഗിയാണ്. നോട്ടീസ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ബ്രേക്ക് ദ ചെയിൻ. ഡിയർ പീപ്പിൾ, ടു പ്രിവെന്റ് COVID-19 all should strictly follow these precautions. Use mask properly, keep social distancing, wash hands frequently with soap or sanitizer. If you have any symptoms, must do COVID-19 test. നമ്മൾ സിഗ്നേച്ചറിനാണ് SD എന്ന് കൊടുക്കുക, മെഡിക്കൽ ഓഫീസർ. അപ്പോൾ എന്താണോ നോട്ടീസിന് നിങ്ങൾക്ക് ചോദിക്കുന്നത്, നോട്ടീസ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടീസൊക്കെ എക്സാമിന് എഴുതിയിട്ടുള്ളതാണല്ലോ, നിങ്ങൾക്ക് അറിയാം. നോട്ടീസ് തയ്യാറാക്കാനാണ് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്. ഈ ഓപ്പോസിറ്റായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. നമ്മുടെ പാസേജ് വായിച്ചിട്ട് ആൻസർ എഴുതാനുണ്ടാവുമല്ലോ. പ്ലസല്ലി എന്ന വേർഡിന് തുല്യമായിട്ടുള്ളത് ഏതാണെന്നൊക്കെ ടീച്ചർ പറഞ്ഞില്ലേ, അവിടെ ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നുണ്ടാവുക.
ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പറയാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് അണ്ടർലൈൻ. പിംഗല വാസ് ഓണസ്റ്റ് ബട്ട് ദ അതർ ചിൽഡ്രൻ വെയർ. പിംഗല ഓണസ്റ്റ് ആയിരുന്നു, എന്നാൽ മറ്റുള്ള കുട്ടികൾ ഓണസ്റ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ എഴുതാനുള്ളത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ്. ഇത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കില്ല ടീച്ചർ. ഈ ആദ്യം ടീച്ചർ പറഞ്ഞ 12 ക്വസ്റ്റ്യൻസും അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഇത് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ABC എന്ന സബ് ക്വസ്റ്റ്യൻ ഇല്ലേ, പാസേജ് വായിച്ചിട്ട് അതിലൊരു അതിങ്ങനെ ഒരു നമ്മുടെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ടീച്ചർ അത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഓണസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിസോണസ്റ്റ്. ഇതുപോലെ ഓപ്പോസിറ്റ് എഴുതാനായിട്ട് ഒരു പ്രാവശ്യം ചോദിച്ച് കണ്ടു. അപ്പോൾ 12 ക്വസ്റ്റ്യൻ മോഡൽ ടീച്ചർ പറഞ്ഞു. ഡിസ്ക്രിപ്ഷൻ എഴുതുക, കോൺവെർസേഷൻ എഴുതുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അത് നമ്മുടെ എങ്ങനെ എഴുതുക, വേർഡ് ലെറ്റേഴ്സ് നൽകിയിരിക്കും, അത് കറക്റ്റ് വേർഡ് ഫിൽ ചെയ്ത് എഴുതുക. ഒത്തിരി കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു. നോട്ടീസ് പറഞ്ഞു, കോൺവെർസേഷൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും, ഇതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. എല്ലാവരും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇതിപ്പോൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, ഏകദേശം ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് എന്താണോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു.